ഇനി നോക്കിക്കോ, നമ്മൾ ശരിക്കും നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സും ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംപ്ലിഫയേഴ്സിൽ ഏത് ആംപ്ലിഫയറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് തരുന്ന ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഏത് ആംപ്ലിഫയർ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൈൻഡ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഗെയിൻ എന്തായാലും കൂടിയിരിക്കണം. അതായത് ഗെയിൻ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഒരു ആംപ്ലിഫയറിൽ ബേസിക്കലി ആംപ്ലിഫയർ എന്താ ചെയ്യുന്നത്? ഗെയിൻ കൂട്ടുക. അപ്പോൾ അതിന് ഫീഡ്ബാക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗെയിൻ കുറഞ്ഞാൽ അത് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ബേസിക് പ്രോസസ്സിന് തന്നെ ഒരു കോട്ടം സംഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന് ഗെയിൻ കൂടുന്നു, നെഗറ്റീവ് ഫീഡ്ബാക്കിന് കുറയുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന പറഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും എന്നതാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് വൈ വി ആർ പ്രിഫറിങ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ഓവർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ദോ ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ദ ഗെയിൻ ഡിക്രീസസ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറും കൂടെ കമ്പയർ ചെയ്യുമ്പം ഗെയിൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കിന് കുറവാണ്, പോസിറ്റീവ് ഫീഡ്ബാക്കിന് കൂടുതലാണ്. അതൊഴിച്ച് ഗെയിൻ്റെ കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ഫീഡ്ബാക്കിനെല്ലാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നെഗറ്റീവാണ്, അതായത് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ കുറയുന്നു എന്നുള്ള ആ ഒരു പ്രോബ്ലത്തെ നമ്മൾ ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഒന്നിലധികം ആംപ്ലിഫയർ സ്റ്റേജസ് വെച്ച് ഗെയിൻ കൂട്ടാൻ പറ്റും. കാരണം ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഇത്ര ഗെയിനെ കിട്ടുകയുള്ളെങ്കിൽ വേറൊരു ഒരു സ്റ്റേജിലേക്ക് ഈ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിന് ഇൻപുട്ടായിട്ട് കൊടുത്ത് ഗെയിനിച്ച് കൂടെ കൂട്ടാൻ പറ്റും. പിന്നെ ഒരു സ്റ്റേജും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമുക്ക് വേണ്ട രീതിയിൽ ഗെയിനെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഓക്കെ, അത് ആണ് ഫസ്റ്റത്തെ. അപ്പം ഗെയിൻ കുറയുന്നത് എന്ത് ചെയ്തു? നമുക്ക് ഒന്നിലധികം ആംപ്ലിഫയർ സ്റ്റേജസ് വെച്ച് ഗെയിൻ കൂട്ടിയെടുക്കാം. അത് അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഒരു പ്രോബ്ലത്തെ, അതായത് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഗെയിൻ കുറയുന്നു എന്ന് പറയുന്നതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ കമ്പയർഡ് ടു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ദേ ഹാവ് സെവറൽ അഡ്വാൻറ്റേജ് ലൈക്ക് സ്റ്റെബിലിറ്റി ഈസ് ഇംപ്രൂവ്ഡ്. അതായത് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് എന്ന് വെച്ചാൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ സ്റ്റേബിളാണ്. ഗെയിൻ ഇങ്ങനെ മാറിക്കൊണ്ടെന്നിരിക്കത്തില്ല, സ്റ്റേബിൾ ആയിട്ടിരിക്കും. സർക്യൂട്ട് ഈസ് ഡീസെൻസിറ്റീവ് ടു എക്സ്റ്റേണലി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയൊന്നും സർക്യൂട്ട് പ്രതികരിക്കത്തില്ല. ബാൻഡ് വിഡ്ത്ത് കൂടും. ബാൻഡ് വിഡ്ത്ത് കൂടുമെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് വേണം, അത് ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ നോയ്സ് വളരെ കുറവാണ്. നോയ്സ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൽ ഔട്ട്പുട്ടിൽ ഒരുപാട് നോയ്സ് കയറി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ അത് എന്ന് പറയുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന് കുറവാണ്. പിന്നെ ഇൻപുട്ട് ഇമ്പഡൻസ് ഹൈയും ആണ്, ഔട്ട്പുട്ട് ഇമ്പഡൻസ് ലോവും ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ദീസ് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. സോ ഇറ്റ് ഇസ് വൈഡ്ലി യൂസ് ടു ഡിസൈൻ ആംപ്ലിഫയർ ഡെസ്പൈറ്റ് ഡിക്രീസ് ഇൻ ഗെയിൻ. ഗെയിൻ കുറഞ്ഞിട്ടും അത് യൂസ് ചെയ്യാൻ കാരണം ഇതാണ്. ഇനി ദ റിഡക്ഷൻ ഇൻ ഗെയിൻ ഡ്യൂ ടു നെഗറ്റീവ് ഫീഡ്ബാക്ക് ക്യാൻ ഓൾവേസ് ബി കോമ്പൻസേറ്റഡ് ബൈ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സ്റ്റേജ് കൂട്ടിക്കൊണ്ട് ഈ ഒരു ഗെയിൻ കുറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. സോ വി ക്യാൻ പ്രിഫർ ബോട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ഓവർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ്. അങ്ങനെയെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു ആംപ്ലിഫയറിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത് ഓസിലേഷൻസ് കിട്ടാനാണ്, അല്ലെങ്കിൽ ഓസിലേറ്റേഴ്സിനെയാണ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ആണ് ഓസിലേറ്റേഴ്സ്. ഓക്കെ.